ഹായ് ഹലോ, ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആൻസർ കീയും ഏതൊക്കെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ക്രിസ്മസ് എക്സാമിൻ്റെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എക്സാം എഴുതി കഴിഞ്ഞല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവാം. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. 1 മുതൽ 5 വരെ ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ മാർക്ക് വീതമാണ്. താഴെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മമ്മ യൂസഫലി കേച്ചേരി, എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ, പൂക്കളും ആണ്ടറുതികളും CP സുരേന്ദ്രൻ, വേദം EV കൃഷ്ണൻപിള്ള. ഇത് ശരിയായത് ഏതാണ്? എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം, കേരളം ഈ ദുരന്തത്തെയെല്ലാം ധീരമായി അതിജീവിക്കും എന്ന ഉറച്ച വിശ്വാസമാണ് ജനങ്ങൾക്ക് ഊർജം പകർന്നത്. മാനവികതയുടെ തീർത്ഥം. ഈ വാക്യത്തിൻ്റെ ആശയവുമായി യോജിക്കുന്ന പ്രസ്താവന ഏത്? പ്രതിസന്ധികൾ നമ്മൾ വിജയകരമായി മറികടക്കും. പ്രതിസന്ധികളിൽ നിന്നും നമ്മൾ ഒളിച്ചോടും. പ്രതിസന്ധികളെ നമ്മൾ അവഗണിക്കും. പ്രതിസന്ധികൾ നമ്മൾ തളർന്നു പോകും. ഏതാണ്? ആദ്യത്തേതാണ് അല്ലെ? പ്രതിസന്ധികൾ നമ്മൾ വിജയകരമായി മറികടക്കും. മൂന്നാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ട പദച്ചേരുവ ഏത്? തിരു പ്ലസ് ആതിര തിരുവാതിര, നീല പ്ലസ് കാർ നീലക്കാർ, തിരു പ്ലസ് ഓണം തിരുവോണം, മഴ പ്ലസ് ഇല്ല മഴയില്ല. ഇതിൽ ഒറ്റപ്പെട്ട പദച്ചേരുവ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നീല പ്ലസ് കാർ നീലക്കാർ എന്നതാണ് ഒറ്റപ്പെട്ട പദച്ചേരുവ. നാലാമത്തെ ചോദ്യം, പെയ്യുന്ന മഴയേക്കാൾ പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന കാർമേഘങ്ങളെയാണ് എനിക്കിഷ്ടം. മഴ എന്ന അർത്ഥം വരാത്ത പദം ഏത്? വർഷം, മാരി, ഗ്രീഷ്മം, വൃഷ്ടി. ഗ്രീഷ്മം എന്നാണ് ആൻസർ. ബാക്കിയുള്ളതെല്ലാം മഴയുടെ പര്യായ പദങ്ങളാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ വിഗ്രഹിച്ചത് ഏത്? ഗുരു കടാക്ഷം. ഗുരുവും കടാക്ഷവും, വേദശാസ്ത്രം, വേദങ്ങളാലാകുന്ന ശാസ്ത്രം, ജന്മസാഫല്യം, ജന്മവും സാഫല്യവും, സാന്ദ്ര സൗഹൃദം, സാന്ദ്രമായ സൗഹൃദം. ഇതിൽ ശരിയായി വിഗ്രഹിച്ചത് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സാന്ദ്ര സൗഹൃദമാണ് ആൻസർ വരുന്നത്. ഇനി 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 1 or 3 വാക്യത്തിൽ ഉത്തരം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 2 മാർക്ക് വീതമാണ്. ആദ്യത്തെ ചോദ്യം, ഓടിക്കളിക്കുന്നുണ്ട പഷ്ണിക്കഞ്ഞിയിലോരോ നെടിയരി വറ്റുമാത്രം. വേദം. ഈ വരികളിൽ തെളിയുന്ന അന്നത്തെ സാമൂഹികാവസ്ഥ കുറിക്കുക. അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലെന്താണ്? നിങ്ങളെ ദാരിദ്ര്യം, പട്ടിണി അല്ലേ? ഇതൊക്കെയാണ്. 7ാമത്തെ ചോദ്യം, എല്ലാവരോടും വിനയത്തോടെ പെരുമാറുമ്പോഴും തോറ്റു കൊടുക്കുകയില്ല എന്ന് ദൃഢപ്രതിജ്ഞ അപാരിചിതമായ അമ്മയുടെ മകനെ നക്ഷത്രപദങ്ങൾ സ്വപ്നം, ഭൂമിയുടെ സ്വപ്നം അല്ലെ? വരികൾ വിശകലനം ചെയ്ത് ഉണ്ണി എന്ന കഥാപാത്രത്തിന്റെ 2 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഉണ്ണിയുടെ ദേശസ്നേഹം, ലക്ഷ്യബോധം, അമ്മയുടെ വിശ്വാസമായിരുന്നു അവൻ്റെ ഓരോ ചുവടും. അമ്മയുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. 8ാമത്തെ ചോദ്യം, പുഴയലകൾ എത്തി നോക്കി അന്വേഷിച്ചു. എന്തായി കവി? പാതിരാക്കാറ്റ് കതക് മുട്ടി, ഉറക്കത്തിൽ പെടരുത്, വേഗമാകട്ടെ, കളിയച്ചൻ ജനിക്കുന്നു. ഈ വാക്യങ്ങൾ പരിശോധിച്ച് P കുഞ്ഞിരാമൻ നായരുടെ രചനാരീതിയിലെ പ്രത്യേകതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഗദ്യഭാഷയുടെ ഭംഗി, വാക്കുകളുടെ അർത്ഥപൂർണമായ പ്രയോഗം, പ്രകൃതിയെ ഉപാസിക്കുന്ന കവി ഏതെങ്കിലും 2 എണ്ണം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതിന് മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 4 മാർക്ക് വീതമാണ്. 9ാമത്തെ ചോദ്യം, ഇത്രയും ചൊല്ലി പിരിഞ്ഞു പോയുമ്മ എന്നുൾത്തട്ടിൽ കാപട്യം എന്തെരിഞ്ഞു. വേദം. ഉൾത്തട്ടിൽ കാപട്യം എന്തെരിഞ്ഞു എന്ന പ്രയോഗം സന്ദർഭത്തിന് നൽകുന്ന ആശയഭംഗി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ കാപട്യം അഭിനയിച്ചതിലെ പശ്ചാത്താപം, പട്ടിണിക്കാരായ അയൽവാസികളെ കുറിച്ചുള്ള ചിന്ത ഉണർത്തിയ കുറ്റബോധം ഉള്ളത് പങ്കുവെക്കേണ്ടതാണ് എന്ന തിരിച്ചറിവ്, ഉമ്മയുടെ പ്രവൃത്തി മകനിൽ ഉണ്ടാക്കുന്ന മാനസാന്തരം, ഇതൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്കും ലഭിച്ചിട്ടുണ്ടാകും. അടുത്തത് 10ാമത്തെ ചോദ്യം, ഇരുട്ടിൽ മുങ്ങിത്തപ്പി മനസ്സിനൊരു മുത്തുമണി കിട്ടിയ ആശ്വാസമണി, കളിയച്ചൻ ജനിക്കുന്നു. ഈ വരികളിലെ P കുഞ്ഞിരാമൻ നായർ അവതരിപ്പിച്ചത് ഏത് സൂചനയെയും പാഠഭാഗത്തെ മറ്റു സന്ദർഭവും പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
ഇവിടെ നിങ്ങൾ കവിത എഴുത്തിനുള്ള വിഷയം കിട്ടാതെ പ്രയാസപ്പെടുന്ന കവിയുടെ മനസ്സ് വിഷയസൂചന ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസം, കവിതാ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥയുണ്ടാക്കിയത്, പിറ്റേ ദിവസം കവിത അവതരിപ്പിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് കവി അനുഭവിക്കുന്ന മാനസിക സംഘർഷം. ഈ എല്ലാ പോയിന്റും വിവരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 11ാമത്തെ ചോദ്യം. അന്നേരം അമ്മമ്മയുടെ കണ്ണീര് കണ്ണുകളിൽ നിന്ന് പിൻവാങ്ങുമായിരിക്കും. പാദങ്ങളിലെ വിള്ളലുകളിലൂടെ ചോരയായി. വയ്യ. അമ്മമ്മയെക്കുറിച്ച് ആലോചിക്കാനേ വയ്യ. അമ്മമ്മയുടെ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള കഥാകൃത്തിന്റെ ആശങ്കകൾ എന്തെല്ലാം? വാക്യങ്ങൾ വിശകലനം ചെയ്ത് നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക. എന്തൊക്കെ പോയിന്റുകൾ വിശദീകരിച്ച് എഴുതണം? അമ്മമ്മയെക്കുറിച്ചുള്ള കഥാകാരന്റെ ചിന്തകളെ, കുട്ടികളിൽ നിന്നും നേരിട്ടേക്കാവുന്ന അവഗണന, വർണ്ണത്തിളപ്പിൻ്റെ ലോകം വളരെ പെട്ടെന്ന് കുട്ടികളെ മാറ്റിമറിക്കുമോ എന്ന ആശങ്ക, വാർദ്ധക്യത്തിലും അമ്മമ്മ തനിച്ചാകുമോ എന്ന ചിന്ത, പേരക്കുട്ടികൾക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച അമ്മമ്മയുടെ ജീവിതം ലേഖകനിൽ ഉണ്ടാക്കുന്ന വിഷമം. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ ഈ മാർക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. താരകാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറച്ചിണച്ചളി നീളെപ്പുരണ്ടാൽ അതും കൊള്ളാം, ഇല്ലിഹാസംഗം ലേപമെന്നിവ സമസ്വച്ഛമല്ലയോ വിഹായസവണ്ണമെൻ ഗുരുനാഥൻ. എൻ്റെ ഗുരുനാഥൻ. സൂചനകളും കാവ്യഭാഗവും പരിഗണിച്ച് ഗാന്ധിജിയുടെ സവിശേഷതകൾ എഴുതുക. നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തെയും കാർമേഘം നിറഞ്ഞ ആകാശത്തെയും ആകാശം ഒരുപോലെ ഉൾക്കൊള്ളുന്നു. അതുപോലെ ഗാന്ധിജിയും എല്ലാത്തിനെയും ഒരുപോലെ കാണുന്നു. എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാത്തിനെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗാന്ധിജിയുടെ മനസ്സ്. ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ വിശദീകരിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പോയിന്റ്സുകളെല്ലാം വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടും. 13ാമത്തെ ചോദ്യം. സന്നദ്ധമായി നിൽക്കുന്ന കാർമേഘം പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന മനസ്സുപോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന കവിത പോലെയാണ്. പ്രവാഹസന്നദ്ധമായി നിൽക്കുന്ന ആശയങ്ങൾ പോലെയാണ്. കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം. ഈ വരികളിലെ ആവിഷ്കാര ഭംഗി വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് വ്യക്തമാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ എഴുതണം, ഏതെല്ലാം പോയിന്റ്സിലൂടെ കടന്നു പോകണമെന്ന് നോക്കാം. ഏതൊക്കെയാണ്? പദങ്ങളുടെ ആവർത്തനം സന്ദർഭത്തിൻ്റെ സവിശേഷ ഭംഗി നൽകുന്നുണ്ട് അല്ലേ? വാക്യങ്ങൾക്ക് പദ്യത്തിൽ എന്ന പോലെ സവിശേഷതമായ താളമുണ്ട്. ഗദ്യഭാഷയുടെ കാവ്യാത്മകത അറിഞ്ഞ് ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. മഴയുടെ ഇരമ്പവും ശക്തിയും കുളിർമയും ഈ പ്രയോഗത്തിൽ അനുഭവവേദ്യമാക്കുന്നുണ്ട്. ഇതെല്ലാം വിശദീകരിച്ച് എഴുതുക. 14ാമത്തെ ചോദ്യം. കുട്ടികൾ അതുവരെ രുചിച്ചിട്ടില്ലാത്ത കറികൾ പങ്കുവെച്ച് ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചു. മുമ്പ് പരസ്പരം മിണ്ടുക പോലും ചെയ്തിട്ടില്ലാത്തവർ സ്വന്തക്കാരായി ഒരുമിച്ചു താമസിച്ചു. തീരാനഷ്ടങ്ങൾക്കിടയിലും ഒരുമയുടെ സമാശ്വാസം ആളുകൾ പങ്കുവച്ചു. മാനവികതയുടെ തീർത്ഥം. പ്രകൃതി ദുരന്തങ്ങൾക്ക് നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തെല്ലാം? സൂചനകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾ എഴുതിയ ഭാഗത്ത് ഒരുമയുടെ പാഠം പകർന്നു നൽകുന്ന മാനവികതയുടെ തീർത്ഥം. മാനവികത മനുഷ്യത്വം എന്തെന്ന് തിരിച്ചറിയാൻ അവസരം നൽകുന്നു. ജാതിമത ചിന്തകൾക്കപ്പുറം സ്നേഹവും സാഹോദര്യവുമാണ് പുലരേണ്ടത് എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളെ ഒരുമിച്ച് നിന്ന് നേടേണ്ടതാണെന്ന ബോധ്യം ഉണ്ടാകുന്നു. ഇത്രയും പോയിന്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരമെഴുതുക. 6 മാർക്ക് വീതമാണ്. 15ാമത്തെ ചോദ്യം. കളിയരങ്ങു നിന്ന് വിടവാങ്ങുന്നതോടെ താനല്ലാതായി തീരുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവായി താനെവിടെയും നിറഞ്ഞു നിന്നിരുന്നു. അണിയറയിലും അരങ്ങത്തും ഒരുപോലെ. പടവെട്ടി തളർന്ന ആശാൻ അരങ്ങത്ത് തളർന്നു വീണു. കീർത്തിമുദ്ര. പാഠഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങൾ കൂടി പരിഗണിച്ച് ആശാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്ന രീതിയുടെ പ്രത്യേകതകൾ വിശദമാക്കുക. കലയ്ക്കുവേണ്ടി ജീവിതം സമർപ്പിച്ച കലാകാരനായിരുന്നു ആശാൻ. ആശാന്റെ ആത്മസമർപ്പണം. കലാരംഗത്ത് നിന്ന് പിന്മാറുന്നതിലെ വേദന. കലയെ തൊഴിലായി മാത്രം കാണുന്നില്ല. ഏത് വേഷം അഭിനയിച്ചാലും അഭിനയ മികവ് കൊണ്ട് പ്രിയങ്കരനാകുന്നു. അരങ്ങു തകർക്കുന്ന അഭിനയം.
അവസാനത്തെ അരങ്ങിൽ തളർന്നു വീണു കീർത്തിമുദ്ര പട്ടം നേടുന്ന കലാകാരൻ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ വിശദീകരിച്ച് എഴുതുകയാണെങ്കിൽ ഈ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ കഴിയാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. 16ാമത്തെ ചോദ്യം. ശസ്ത്രമെന്നിയെ ധർമ്മസംഘരം നടത്തുന്നോൻ, പുസ്തകമെന്നിയെ പുണ്യാധ്യാപനം പുലർത്തുന്നോൻ, ഔഷധമെന്നിയെ രോഗം ശമിപ്പിപ്പവൻ ഹിംസ, ദോഷമെന്നിയെ യജ്ഞം ചെയ്വവനെന്നാചാര്യൻ, എൻ്റെ ഗുരുനാഥൻ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം, ഗാന്ധിജി. സൂചനകളും കാവ്യഭാഗത്തിലെ മറ്റു സന്ദർഭങ്ങളും മുൻനിർത്തി മഹാത്മജി നൽകുന്ന സന്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ലഘുപ്രഭാഷണം തയ്യാറാക്കുക. അപ്പോൾ പ്രഭാഷണം തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ഘടന പാലിക്കണം. എന്തൊക്കെയാണ് ഘടന? അഭിസംബോധന, വിഷയസൂചന, അല്ലേ? നമ്മളൊരു പ്രഭാഷണം പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് അഭിസംബോധന ചെയ്യില്ലേ, അങ്ങനെയുള്ള ആ ഘടനകൾ പാലിക്കണം. ഗാന്ധിജിയുടെ സന്ദേശങ്ങൾ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ആയുധമില്ലാതെ യുദ്ധം ചെയ്തവൻ, പുസ്തകമില്ലാതെ പുണ്യാധ്യാപനം നടത്തിയവൻ, ഔഷധമന്യേ രോഗം ശമിപ്പിച്ചവൻ, ഹിംസയില്ലാതെ യജ്ഞം ചെയ്തവൻ, ലോകത്തെ തറവാടായി കണ്ടവൻ, അഹിംസ സത്യാഗ്രഹ സമര ഗാന്ധിജിയുടെ മുഖമുദ്ര, മാതൃക പുരുഷൻ, തൻ്റെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് മാതൃകയായി സമർപ്പിച്ച മഹാപുരുഷൻ. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിയതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് ലഭിക്കും. 17ാമത്തെ ചോദ്യം. കവിതയുടെ പ്രമേയം, ആസ്വാദനാംശങ്ങൾ, പ്രയോഗഭംഗി എന്നിവ പരിഗണിച്ച് ആസ്വാദനം തയ്യാറാക്കാനാണ്. മഴ എന്ന് പറഞ്ഞ കവിത ഇവിടെ തന്നിട്ടുണ്ട്. കൊട്ടിപ്പാടുന്നു മഴ, നടവരമ്പത്തൊരു കുട്ടിയുണ്ടതിൻ കയ്യിൽ, പുസ്തകം പൊതിച്ചോറും കുടയായൊരു തുഷ നിൽക്കും, അതുകൊത്തിയുടയുന്നവോ മഴ, കാറ്റിൻ്റെ കാക്കക്കൂട്ടം, കുപ്പായം കൊതിർന്നൊട്ടിച്ചേർന്ന തന്നുടൽ കാൺകെ, കുട്ടിക്കു നാണം മഴ, നഗ്നനാക്കിയോ തന്നെ വഴിയിൽ പുതുവെള്ളപ്പാച്ചിലിൽ പൊടിമീനും, മഴതൻ സംഗീതത്തിൻ കുട്ടിയും നീന്തിപ്പോയി. ONV കുറുപ്പിൻ്റെ മഴ എന്ന് പറയുന്ന കവിതയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആസ്വാദനക്കുറിപ്പുകളൊക്കെ നിങ്ങൾ ഇതിൻ്റെ മുന്നേ എഴുതി പഠിച്ചിട്ടായിരിക്കും എക്സാമിന് പോയിട്ടുണ്ടാവുക. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? തലക്കെട്ട് വേണം, കവിത പരിചയം, കവിയുടെ പ്രധാന പ്രമേയം, മഴ ഭംഗി, മഴയുടെ ആസ്വാദ്യത, കുട്ടിയുടെ അനുഭവം, ഗ്രാമജീവിതത്തിൻ്റെ നിറച്ചാത്തുകളും തനിമകളും, ഇഷ്ടപ്പെട്ട വരികൾ, പ്രയോഗങ്ങൾ, സമാന കവിതകളുമായിട്ടുള്ള താരതമ്യം, ലളിതവും ആകർഷകവുമായിട്ടുള്ള ഭാഷ. ഇതെല്ലാം വിശദീകരിച്ച് ഈ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ എഴുതിയതിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം വിശദീകരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആസ്വാദനക്കുറിപ്പിൻ്റെ മാർക്കും ഈസി ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉത്തര സൂചകങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടട്ടെ. അടുത്ത പരീക്ഷയ്ക്കും മാക്സിമം ശ്രമിക്കുക. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.